ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ടോഡ്ലർ പാൻറ്റിങ്. എൻ്റെ പേര് സഫ്രിൻ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കുഞ്ഞുങ്ങളെ കൊണ്ട് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ മസ്റ്റായിട്ട് ഉണ്ടാവേണ്ട കുറച്ച് സാധനങ്ങളാണ്. ഇതിപ്പോൾ ഞാൻ സ്പെഷ്യലി പ്ലെയിനിലുള്ള ട്രാവൽ ടൈമിൽ നമ്മൾ മസ്റ്റായിട്ടും കൊണ്ടുപോകേണ്ട സാധനങ്ങളാണ് പ്രത്യേകിച്ചും പറയുന്നത് കേട്ടോ. സോ അതിനു മുന്നേ കോമൺ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ഞങ്ങളുടെ ഫാമിലി മെമ്പർ ആവാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ട് താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്യാം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ട്രാവൽ ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് ടൈം പാക്കിംഗ് കുഞ്ഞുങ്ങളുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാതിരിക്കുക. കാരണം പല കാര്യങ്ങളും നമ്മൾ മറന്നു പോകും. സോ അവരുടെ കാര്യം എപ്പോഴും സേഫാക്കി എല്ലാ കാര്യങ്ങളും കംഫർട്ടാക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ ട്രാവലും ബെസ്റ്റ് ആയിരിക്കും. സോ ഒന്നും ലാസ്റ്റ് ടൈം ചെയ്യാൻ നിൽക്കാതെ പെട്ടെന്ന് നമുക്ക് പറ്റുന്ന പോലെയൊക്കെ കുറേശ്ശെ ഒന്ന് സേവ് ചെയ്തിട്ട് ഒക്കെ സ്റ്റോർ ചെയ്ത് എടുത്ത് വയ്ക്കുക. പ്ലെയിൻ ട്രാവൽ ആണ് എങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ്, നിങ്ങളുടെ ഫോണിൽ എന്തെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വീഡിയോസും ഗെയിംസും കളിക്കാൻ ഓഫ്ലൈനായിട്ട് കളിക്കാൻ പറ്റിയ എന്തെങ്കിലും ഗെയിംസും കയറ്റി വയ്ക്കുക. ആദ്യം തന്നെ ഇതാണ് പറയുന്നത് എന്ന് കരുതരുത്. ബിക്കോസ് നമ്മൾ ഓൾറെഡി നമ്മൾ വലിയവർക്ക് തന്നെ ഈ പ്ലെയിൻ ട്രാവൽ പക്കാ ബോറിംഗ് ആണ്. ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ ട്രാവൽ ചെയ്യുകയാണ്, നാട്ടിലൊക്കെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് പുറത്ത് കാഴ്ചകളൊക്കെ ഒരുപാട് കാണാനുണ്ടാകും, നമുക്ക് ബോറടിക്കില്ല, കുഞ്ഞുങ്ങൾക്കും ബോറടിക്കാൻ ചാൻസ് കുറവാണ്. പക്ഷേ പ്ലെയിൻ ട്രാവൽ അങ്ങനെയല്ല, വളരെ ബോറിംഗ് ആണ്. അതും ഒരു 3-4 hours ഒക്കെ ട്രാവൽ ചെയ്യേണ്ടവരാണെങ്കിൽ മസ്റ്റായിട്ടും ഇതൊക്കെ കരുതിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ആഫ്റ്റർ ദാറ്റ് നമുക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാലോ. സോ അതിന് എനിക്ക് തോന്നുന്നത് ബേബി പാൻഡ വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു ഗെയിമുണ്ട്. ഈ കിക്കി മ്യൂ മ്യൂ കുഞ്ഞുങ്ങൾ കാണുന്ന ഒരു കാർട്ടൂണിൻ്റെ ഒരു ബേസിലുള്ള ഗെയിമാട്ടോ. അത് നല്ല രസമാണ്. അത് കുഞ്ഞുങ്ങൾക്ക് കുറച്ചും കൂടി എഡ്യൂക്കേഷനലും ആണ്. അപ്പോൾ അത് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും തോന്നുന്നു. പിന്നെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ്, കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കയറ്റി വയ്ക്കുക. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ വിട്ടുപോയ ഒന്നാണ് പാസിഫയർ കഴിയുന്നത് നിങ്ങൾ ചെറിയ കുഞ്ഞുങ്ങൾ, 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. അത് കൊണ്ടുപോകുകയാണെങ്കിൽ കുറച്ചും കൂടി കുഞ്ഞുങ്ങളെ ചെവി അടയ്ക്കാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അത് ഈ പ്ലെയിൻ ട്രാവൽ ചെയ്യുന്നവർക്കാണ് മസ്റ്റായിട്ട് മാക്സിമം നിങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കുക. അത് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യില്ല, എങ്കിലും ഈ ഒരു ടൈമിനൊക്കെ നമുക്കത് ബെസ്റ്റ് ആയിരിക്കും. പിന്നെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന ഡ്രസ് പാക്കിംഗ് ആണ്. ഇതുപോലെ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സൊക്കെ ചെറിയ ഡ്രസ്സുകളായിരിക്കുമല്ലോ. സോ അതൊക്കെ ഇതുപോലെ നടുവിൽ വയ്ക്കുക. എന്നിട്ട് ഇതുപോലെ വലിയ ഡ്രസ്സ് കൊണ്ട് കവർ ചെയ്ത് മടക്കിയെടുക്കുക. അതാകുമ്പോൾ കുറച്ച് ഡ്രസ്സുകൾ ഒരു ഡ്രസ്സിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് അത്യാവശ്യം പാക്ക് ചെയ്യാനുള്ള സ്പേസും കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഒരു ഡ്രസ്സിൽ തന്നെ കുറേ ഡ്രസ്സുകൾ നമുക്ക് മടക്കിയെടുക്കാൻ അങ്ങനെ പറ്റും. ഇനി നമുക്ക് ബാഗിൽ കരുതേണ്ട തിങ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ 2 കുഞ്ഞുങ്ങളുടെ ചെവി കൂടി കവർ ചെയ്യുന്ന തരത്തിലുള്ള ക്യാപ്പ് വെച്ചിട്ടുണ്ട്. നമ്മുടെ തണുപ്പുള്ള സ്ഥലങ്ങളിലേക്ക് പോകുവാണെങ്കിലും അതുപോലെ ഫ്ലൈറ്റ് ട്രാവൽ ആണെങ്കിലും ഒക്കെ ഇത് യൂസ്ഫുൾ ആണ്. അപ്പോൾ ഇതുപോലെ ഒരു ക്യാപ്പ് കൂടി വെക്കാൻ ശ്രദ്ധിക്കുക. അതിനുള്ളിൽ തന്നെ ഞാൻ കുഞ്ഞിൻ്റെ ചെറിയ മിറ്റൺ കൂടി വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് എക്സ്ട്രാ ഡ്രസ്സ് 2 എടുത്ത് വെച്ചിട്ടുണ്ട്, മോൾക്ക് മോനുമായിട്ട്. ഇത് മോളുടെ കട്ടിയുള്ളത് ഫുൾ ഹാൻഡ് ഡ്രസ്സാണ്. അപ്പോൾ കുഞ്ഞിനെ തണുപ്പൊന്നും അത്രയ്ക്ക് ഇടങ്ങാറാവില്ല. പിന്നെ എക്സ്ട്രാ 2 കർച്ചീഫ് ഉണ്ട്. അതുപോലെ തന്നെ മോനും ഒരു ജോഡി ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതും ഫുൾ ഹാൻഡ് തന്നെയാണ്, ഇത്തിരി കട്ടിയുള്ള ടൈപ്പ് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒന്ന് പൊതിയാനായിട്ട് 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ അവർക്കുള്ള പുതപ്പ് കൂടി എടുത്തിട്ടുണ്ട്. 1 വയസ്സിന് മേലെയൊക്കെ ആണെങ്കിൽ അവർ തന്നെ പുതപ്പ് വരും കേട്ടോ. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ബോട്ടിൽ വെള്ളമാണ്. അവൻ്റെ കുഞ്ഞിൻ്റെ ചെറിയൊരു ബോട്ടിൽ വെള്ളത്തിൽ അതിൽ ഹാഫ് ഭാഗം മാത്രമേ നിറച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളത് നമ്മൾ ചൂടുവെള്ളം ഫ്ലാസ്കിൽ കൊണ്ടുപോകുക. എന്നിട്ട് അത് കൊടുക്കുന്ന സമയത്ത് നിറച്ചു കൊടുക്കുക, കാരണം അല്ലെങ്കിൽ തണുത്ത് പോകുമല്ലോ. സോ അങ്ങനെ ചെയ്യുക. പിന്നെ വെറ്റ് വൈപ്സ്, ഇതുപോലെ ചെറിയ വെറ്റ് വൈപ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് സ്പേസ് ലാഭിക്കാം. അതുപോലെ ഇതിലൊരു 25 വെറ്റ് വൈപ്സോളം ഉണ്ടാവും. നമ്മൾ ഇതുപോലെ ഒരു വെറ്റ് വൈപ്സ് ആണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. പിന്നെ ഒരു ഡയപ്പർ കവർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കുഞ്ഞിൻ്റെ യൂസ് ചെയ്ത് കളയാനുള്ള ഡയപ്പേഴ്സൊക്കെ ഇട്ടിട്ട് കളയാനായിട്ട് ഒരു കവർ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുഞ്ഞിന് ഇഷ്ടമുള്ള എന്തെങ്കിലും 2 ടോയ്സ് എടുത്ത് വയ്ക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതല്ല, കുഞ്ഞിന് ഇഷ്ടമുള്ളത് തന്നെ എടുത്ത് വെക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഹെയർ ആക്സസറീസ് എടുത്തിട്ടുണ്ട്. ഇത് ഫ്ലൈറ്റിൽ പോകണോണ്ട് കുറച്ച് വലിയ ഹാൻഡ് ബാഗാണ്, അതുകൊണ്ടാണ് ഈ ബോക്സ് തന്നെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചെറുതാണെങ്കിൽ അത്യാവശ്യം വേണ്ട മാത്രം എടുത്ത് വെച്ചാൽ മതി കേട്ടോ. പിന്നെ കുറച്ച് കോട്ടൺ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചെവി അടയ്ക്കുന്നതിനൊക്കെ കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആവും. മഫ്ത് ഇടുന്നവർക്ക് ആവശ്യമില്ല, എങ്കിലും അത് കയ്യിലൊന്ന് കരുതുന്നത് നല്ലതായിരിക്കും. പിന്നെ മോന് എക്സ്ട്രാ 2-3 ഡയപ്പർ വെച്ചിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ 2-3 കുഞ്ഞിൻ്റെ മാസ്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെവിടെ പോവുകയാണെങ്കിലും മസ്റ്റായിട്ടും 2-3 എക്സ്ട്രാ എടുത്ത് വയ്ക്കുക. അതുപോലെ തന്നെ കുഞ്ഞിന് ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്യാനും കിടത്താനൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു മാറ്റ് എടുത്തിട്ടുണ്ട്. അതൊരുപാട് വലിയ സൈസൊന്നുമല്ല, കുഞ്ഞിന് കിടത്താൻ ആവശ്യത്തിനുള്ള സൈസ് ഉണ്ടാവുള്ളൂ കേട്ടോ. അതുകൊണ്ട് നമുക്ക് ട്രാവൽ കൊണ്ടുപോകാനും എളുപ്പമാണ്. പിന്നെ കുഞ്ഞിന് ഷൂസ് എപ്പോഴും ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ, പ്രത്യേകിച്ചും ഫ്ലൈറ്റ് ട്രാവൽ ആണെങ്കിലും ഒക്കെ നമ്മൾ ഇങ്ങനത്തെ തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഇത് നമുക്ക് കുഞ്ഞിൻ്റെ നിന്ന് അഴിഞ്ഞു പോകാനുള്ള ചാൻസ് കുറവാണ്, കാരണം നമുക്ക് നല്ല സ്റ്റിഫായിട്ട് കവർ ചെയ്ത് വെക്കാനും പറ്റും. ഉള്ളിൽ നല്ല സ്മൂത്താണ്, സോഫ്റ്റാണ്, അടിയിൽ അങ്ങനെ ഹാർഡും അല്ല. അങ്ങനത്തെ ടൈപ്പ് ഷൂസ് ആകുമ്പോൾ കുറച്ചുകൂടി കുഞ്ഞും കംഫർട്ടായിരിക്കും. സോ ഇതുപോലെ ഒരു പെയർ എടുത്ത് വെക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ മാസങ്ങൾ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്കുള്ള ഫുഡിന് ഈ ഒരു ചെറിയൊരു പാത്രം മതിയാവും. സോ അതിന് എന്തൊക്കെ കൊണ്ടുപോകാൻ പറ്റും ട്രാവൽ ടൈം എന്നുള്ള വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കണ്ടുനോക്കാം. പിന്നെ ഇത് മോളുടെ ബാഗാണ്, ഒരു 3 വയസ്സുണ്ടാവും മോൾക്ക്. സോ ഈ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ ഒരു ബാഗ് ഉണ്ടെങ്കിൽ നമുക്ക് അവരുടെ ബിസ്ക്കറ്റോ സ്നാക്സും കാര്യങ്ങളൊക്കെ ഇതിലിട്ട് കൊടുക്കുക. അതാകുമ്പോൾ നമ്മുടെ ലഗേജിൽ നിന്ന് സാധനവും കുറയും, അവരും ഹാപ്പി ആയിരിക്കും. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു സ്നാക്സ് കൂടി കയ്യിൽ കരുതുക. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കുന്ന ടൈം ഇടാനായിട്ട് ബിബ് എടുക്കുക.
അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഞാൻ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ എക്സ്ട്രാ കുഞ്ഞുങ്ങൾക്ക് സ്പൂണൊക്കെ കൊണ്ടുപോകണം. ഞാനത് തലേന്ന് എടുത്ത വീഡിയോ ആയതുകൊണ്ട് ഞാൻ എല്ലാം ഒന്നും കാണിച്ചിട്ടില്ല. സ്പൂണ് ഫുഡൊക്കെ ആക്കി വെച്ചിട്ട് വേണം നിങ്ങൾ പോകാൻ. ചൂടുവെള്ളം എടുക്കാൻ മറക്കരുത്. സോ എന്തൊക്കെ നിങ്ങൾ കൊണ്ടുപോകുന്നതെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് അത് പ്രകാരം എടുത്ത് വെക്കുന്നത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. എന്തായാലും നിങ്ങളുടെ ട്രാവൽ ഹാപ്പി ആൻഡ് സേഫ് ജേർണി ആവട്ടെ. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.